ചപ്പാത്തിക്ക് പറ്റിയ നല്ല ഒരു അഫ്ഗാനി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു സ്പെഷ്യൽ മസാലയൊക്കെ കോഴിക്കഷ്ണത്തിൽ നമ്മൾ അരച്ച് പരട്ടി ആ കോഴിക്കഷ്ണത്തിനെ വറുത്തിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും അത്. അപ്പോൾ അതിൻ്റെ അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. അതായത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മിൻറ്റ്, കസൂരി മേത്തി, ഗരം മസാലപ്പൊടി, പച്ചമുളക്, പിന്നെ ആൽമണ്ട്സും കാഷ്നട്ട്സും ഒന്ന് കുതിർത്തത്, മല്ലിയില, ഇതെല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റ് ആക്കണം. എന്നിട്ട് വേണം നമുക്ക് ചിക്കൻ പീസസ്, ഞാനിപ്പോൾ ഒരു 3 കിലോ ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 48 കഷ്ണം മീഡിയം സൈസ് ചിക്കനാണ്. അതിനകത്ത് നമ്മൾ ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് ഒരു 1.5 കപ്പോളം തൈരും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാലയും അതിനകത്ത് ഇട്ടിട്ട് ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അത് നമ്മൾ കൈകൊണ്ട് തന്നെ യോജിപ്പിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. ഇത് നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതല്ല അപ്പം തന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം അരച്ച് പരട്ടി ഒരു 30 മിനിറ്റെങ്കിലും മിനിമം വെച്ചാലാണ് ആ അരപ്പൊക്കെ അതിനകത്ത് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം പരട്ടി ഇപ്പോൾ റെഡിയാക്കി ചിക്കനെ ഒരു 30 മിനിറ്റ്സ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ, ഒരു 1.5-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നുവെച്ചാൽ നമുക്ക് ചിക്കൻ പീസസിനെ ഓരോന്നിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പീസസ് ചിക്കൻ കഷ്ണം വറക്കാനിടുന്നതിന് മുമ്പ് അതിൻ്റെ അരപ്പ് കുറച്ചൊന്ന് മാറ്റിയിട്ട് കുറച്ച് അരപ്പോടെ വേണം, അല്ലെങ്കിൽ ആ അരപ്പ് കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ മസാല, ആ ചിക്കൻ കഷ്ണത്തിൽ നിന്ന് കുറച്ച് മസാലയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഓരോരോ പീസസായിട്ട് ഈ പാനിൽ എണ്ണയിലിട്ട് 2 സൈഡും ഒന്നും ബ്രൗണായി കിട്ടിയാൽ മതി. ചിക്കൻ കുക്കാവുന്നില്ല, പക്ഷേ 2 സൈഡും ഒന്ന് ബ്രൗൺ ആയിട്ട് നല്ല ഹൈ ഹീറ്റിൽ നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു സൈഡ് ബ്രൗൺ ആയിട്ടുണ്ടാവും. ഒരു 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് ബ്രൗൺ ആയിട്ടുണ്ടാവും. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കതിനെ എല്ലാം പല ട്രിപ്പായിട്ട് ടേണായിട്ട് അതിനെ വറുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് അത് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് വലിയ, ഞാൻ ഒരു 3 ചിക്കൻ ഉള്ളതുകൊണ്ട് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട്, ഒരു ഉരുളി പോലത്തെ പാത്രം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് വേണം. നെയ്ക്കകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ ബേ ലീവ്സും കുറച്ച് കാടമം, അതായത് ഏലക്ക ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 4 സവോള സ്ലൈസ് ചെയ്തിട്ട് അതിനെയും ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഒത്തിരി ഒന്നും ബ്രൗൺ ആവണ്ട, ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ അതിനെ വഴറ്റിയെടുത്താൽ മതി. ലൈറ്റ് ബ്രൗണായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുഴുവൻ ആൽമണ്ട്സ് ഞാനിവിടെ അത് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കറിയുടെ കൂടെ ആൽമണ്ട്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബദാം, ആൽമണ്ട്സ് എന്ന് പറഞ്ഞാൽ ബദാമാണ്, അത് നമ്മൾ തൊലി കളഞ്ഞ് നമുക്ക് ഈ സവാള വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ അതും ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് ആ ചിക്കൻ പീസ് നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒത്തിരി മസാല ഉണ്ടാവുമല്ലോ, ആ ഗ്രേവി ഈ അടുപ്പത്തിൽ സവാളയ്ക്കകത്തോട്ട് ഇട്ടിട്ട് അതിനെ ഒന്ന് മീഡിയം തീയിൽ നല്ല എണ്ണ തെളിയുന്നവരെ നമ്മളതിനെ വഴറ്റിയെടുക്കണം. അതാണ് ആ കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. നല്ല മീഡിയം തീയിൽ ഇട്ട് അതിനെ വഴറ്റി നന്നായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞിപ്പം വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് എണ്ണ തെളിഞ്ഞ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വറുത്ത് വെച്ച കോഴിക്കഷ്ണങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു 1.5 കപ്പോളം നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് അത് കുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നത്. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അതും നല്ലതാണ്. എന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് ഇനി ഒരു 10 മിനിറ്റ്സ് നമുക്കതിനെ മൂടി വെച്ച് വേവിക്കണം. എന്നാലേ ആ അരപ്പൊക്കെ ചിക്കനിൽ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ അഫ്ഗാനി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഫ്രഷ് ക്രീം, ലാസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി, പിന്നെ തിളപ്പിക്കണ്ട. എന്നിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിക്ക് പറ്റിയ നല്ലൊരു ഡിഷാണ്. ഒരു വെറൈറ്റി ചിക്കൻ കറി ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും.